കമ്പ്യൂട്ടർ സയൻസിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 2 കമ്പ്യൂട്ടിംഗ് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് അബാക്കസ് എന്ന് പറയുന്ന കാൽക്കുലേറ്റിംഗ് ബോർഡും, രണ്ടാമത്തത് നേപ്പിയേഴ്സ് ബോർഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു ബോർഡും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിന്നീട് വന്ന കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളാണ്. 6473 by 8. Now we'll take the bones out. We need a 6 and then a 4, a 7 and 3. So we need a 4, a 7 and a 3. And all we need to do now is take our answer grid and we're multiplying by 8. So we put it on at 8. And then we move down the diagonals and we get our answer. So there's only 1 in the first bit there. So you get 4 there, 2 plus 6 gives you 8, 5 plus 2 gives you 7, 8 and 3 gives you 11. So that's 1, carry 1 and we get 5. So we get 51,784. Now, I'd like to show you it a bit bigger so you can see exactly where it's coming. I've used different colours so it's easier to see. The 4 there gives you 4. Down the next diagonal, 2 and 6 is 8. 5 and 2 is 7. 3 and 8 is 11. 1 and we carry the 10. So you get 1 plus 4 is 5. And our final answer, 51,784. Really easy, isn't it? The next thing we'll do is try some examples with bigger numbers. അപ്പം അതിൽ മൂന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് പാസ്കലൈൻ എന്ന് പറയുന്ന ഡിവൈസാണ്. പാസ്കലൈൻ എന്ന് പറയുന്ന ഡിവൈസ് കണ്ടുപിടിച്ചത് ബ്ലേസി പാസ്കൽ എന്ന ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായിരുന്നു. In 1642, at the age of 19, he developed a computing machine that was capable of adding and subtracting two numbers directly and that could multiply and divide by repetition. കൂട്ടുകയും കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ റിപ്പീറ്റഡ് അഡീഷനിലൂടെ മൾട്ടിപ്ലിക്കേഷനും റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിലൂടെ ഡിവിഷനും നടത്താൻ പര്യാപ്തമായതായിരുന്നു പാസ്കലൈൻ എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനകത്ത് ഡയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്പർ ഡയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വീലുകളും അതോടൊപ്പം തന്നെ ഗിയറുകളും അതോടൊപ്പം തന്നെ സിലിണ്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു രേഖാചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാസ്കലിൻ്റെ രേഖാചിത്രവും അതോടൊപ്പം തന്നെ പാസ്കലൈൻ എന്ന് പറയുന്ന മെഷീൻ്റെ. ഇനി അതിനകത്ത് തന്നെ നമുക്ക് കാണാം കുറേ വീലുകളുള്ളത്. അപ്പോൾ ആ വീലുകൾ നമ്മൾ പഴയ ഒരു ടെലഫോൺ ഡയൽ ചെയ്യുന്ന പോലെ തന്നെ ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്കത്തിനനുസരിച്ച് മേളിൽ ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യും. അപ്പം അതായിരുന്നു പാസ്കലൈൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പാസ്കലൈൻ്റെ ഒരു വീലിൻ്റെ ഒരു പടമാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. ഇനി അത് നമുക്ക് 20ഉം 81 ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എല്ലാം 0 ആക്കി സെറ്റ് ചെയ്യും. പിന്നെ ടു ഡയൽ 20 you have to put your fingers on the space between the spokes. സ്പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന വീൽ ചക്രങ്ങളുടെ ഇടയിലുള്ള കമ്പി പോലുള്ള സംഭവമാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ഡയൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ആ നമ്പർ നമുക്ക്
കിട്ടും. The French mathematician Blaise Pascal invented the calculating machine called the Pascaline in the early sixculator is a series of input dials and output windows. Each input dial is divided into 10 parts by a set of spokes. A digit is entered into the machine by placing a stylus between the appropriate spokes and rotating the wheel clockwise until a metal stop is reached. Entering several numbers consecutively causes their sum to be displayed in the output windows. In this final sequence, we repeat the earlier example of 28 plus 35 with the internal mechanisms exposed. ദെൻ അടുത്ത കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് ലെബനിറ്റ്സ് കാൽക്കുലേറ്റർ ആയിരുന്നു. ലെബനിറ്റ്സ് എന്ന് പറയുന്ന ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അതിനെ പറഞ്ഞിരിക്കുന്ന പേര് സ്റ്റെപ്പ് റെക്കോണർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അത് പാസ്കലിൻ്റെ ഐഡിയ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഉപയോഗിച്ചത്. പാസ്കലൈനകത്താണെങ്കിൽ റിപ്പീറ്റഡ് അഡീഷനിലൂടെ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാകത്തുള്ളൂ. അപ്പം 5 × 3 എന്ന് പറയുന്ന 5 3 പ്രാവശ്യം കൂട്ടുന്നു. 10 × 4 എന്ന് പറയുന്നത് 10 4 പ്രാവശ്യം കൂട്ടുമായിരുന്നു ചെയ്തത്. അപ്പം അങ്ങനെയാണ് പാസ്കലൈൻ ചെയ്തത്. അതേസമയം ലെബനിറ്റ്സ് അതിന് മെക്കാനിക്കൽ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇത് 1673 ഈ ഡിവൈസ് കണ്ടുപിടിച്ചത്. ലെബനിറ്റ്സിൻ്റെ രേഖാചിത്രവും അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച ഇത് പാസ്കലൈൻ പോലെ തന്നെയായിരുന്നു. അത് കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ആണ് ഇത് യൂസ് ചെയ്തത്. അടുത്തത് ജാക്വാർഡ്സ് ലൂം എന്ന് പറയുന്നത് ആയിരുന്നു. ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മില്ലുകളൊക്കെ തുണികൾ തയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുണികളിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ തറികൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുന്ന തറികൾ എന്നാണ് പറയുന്നത്. ജോസഫ് മെറേ ജാക്വാർഡ് 1801 ഈ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ തുണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. അപ്പം ആ ലൂം എന്ന് പറയുന്നത് പഞ്ച്ഡ് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്പറിന് പകരം അവിടെ ഹോൾസ് ഇട്ടുകൊണ്ട് ആ ഹോൾസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പഞ്ച്ഡ് കാർഡ്സ് എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ കീ പ്രസ് ചെയ്യുന്നതിന് പകരം ഓരോ കാർഡുകളിനകത്ത് ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഹോൾസിൻ്റെ പാറ്റേൺ റീഡ് ചെയ്ത് ആണ് പഞ്ച്ഡ് കാർഡ്സ് ഉണ്ടാക്കിയത്. അപ്പം അന്നേരം ഈ ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട്
ഒരു ഡിസൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ദെൻ അതിനകത്തൂടെ നൂലുകളുടെ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ജാക്വാർഡ് ലൂം എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തത്. ദെൻ ഇതായിരുന്നു ഒരു വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിങ്, ഡിജിറ്റുകളല്ലാതെ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടിങ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഇതിനകത്ത് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലേബർ എന്ന് പറയുന്നത് ഇതിനോടുകൂടി റെഡ്യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ ലൂം സെറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ രേഖാചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ അടുത്ത കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഡിഫറൻസ് എൻജിൻ എന്ന് പറയുന്ന മെഷീനായിരുന്നു. അപ്പം അത് ചാൾസ് ബാബേജ് ആയിരുന്നു അത് കണ്ടുപിടിച്ചത്. ചാൾസ് ബാബേജിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് കാൽക്കുലേഷനകത്തെ മനുഷ്യൻ്റെ പങ്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. He realized that all mathematical calculations can be broken up into simple operations which are constantly repeated, and those operations could be carried out by an automatic machine. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള ഡിവൈസുകൾക്കെല്ലാം അത് പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യൻ വേണമായിരുന്നു. ചാൾസ് ബാബേജ് സ്വപ്നം കണ്ടതെന്ന് പറയുന്നത് അതിനകത്തുനിന്ന് മനുഷ്യൻ്റെ റോൾ എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന മെഷീനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന മെഷീനിൽ നിന്നാണ് പിന്നീട് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്ന മെഷീനിലേക്ക് ചാൾസ് ബാബേജ് എത്തിച്ചേർന്നത്. ഈ രണ്ട് ഡിവൈസുകൾ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനിലും കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. കാരണം ഇന്നുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത് ചാൾസ് ബാബേജ് ആണ്. Analytical engine marks the development from arithmetic calculation to general purpose computation. The analytical engine has many features found in the modern digital computer. നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ കാണുന്ന മിക്ക സൗകര്യങ്ങളും ഈ അനലിറ്റിക്കൽ എഞ്ചിനകത്ത് ഉണ്ടായിരുന്നു. ഈ മെഷീനിലാണ് ആദ്യമായിട്ട് മെമ്മറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ഒരു കണക്ക് കൂട്ടലിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ഉത്തരങ്ങൾ, അതിനെ പറയുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത്, അത് സ്റ്റോർ ചെയ്യുകയും ഒരു പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് അരിത്മെറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുകയും ചെയ്തത് ഈ ഡിവൈസിലൂടെയായിരുന്നു. ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് പഞ്ച്ഡ് കാർഡുകളായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടു ജാക്വാർഡ് ലൂമിനകത്ത് പാറ്റേൺ എന്ന് പറയുന്ന തുണികളുടെ പാറ്റേൺ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ച്ഡ് കാർഡ്സ് ഉണ്ടാക്കി. അതേപോലെ തന്നെ പേപ്പറിനകത്ത് ഹോൾസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരുന്നത്. ഇനി ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം തയ്യാറാക്കിയതെന്ന് പറയുന്നത് അഗസ്റ്റ അഡാക്കിങ് എന്ന് പറയുന്ന ലേഡിയാണ്. അപ്പം അതുകൊണ്ട് ഇവരെ ലോകത്തെ ആദ്യത്തെ പ്രോഗ്രാമർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും നിർമ്മിച്ചതോടുകൂടി ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ഒരു മോഡലാണ് അവിടെ
കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഹോളിറിക്സ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ നിർമ്മിച്ചു. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഹെർമൻ ഹോളിറിക് ആണ് ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ, അതിനകത്ത് പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട്, അതോടൊപ്പം തന്നെ പ്രോഗ്രാമുകൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ മെഷീനകത്ത് കറണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇൻപുട്ട്, അതോടൊപ്പം തന്നെ കൗണ്ട്, അതോടൊപ്പം തന്നെ സോർട്ടിംഗ് എന്നീ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നത്. In 1896, Hollerith started Tabulating Machine Corporation എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയാണ് പിന്നീട് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ IBM എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് വളർന്നു. ഇനി അടുത്ത ഡിവൈസ് ആയിരുന്നു മാർക്ക് 1 എന്ന് പറയുന്നത്. In 1944, ഹോവാർഡ് എയ്ക്കൻ IBM എന്ന് പറയുന്ന കമ്പനിയിൽ വെച്ച് മാനുഫാക്ചർ ചെയ്തതാണ് മാർക്ക് 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. ഇത് അനലിറ്റിക് എഞ്ചിൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇതിന് 23 ഡെസിമൽ പ്ലേസസ് വരെ ഇതിനകത്ത് കാൽക്കുലേഷൻ നടത്താമായിരുന്നു. ഇത് ലോഗരിതം, അതോടൊപ്പം തന്നെ ട്രിഗണോമിക്കൽ ഫങ്ഷൻസ് എന്നീ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇതിനകത്തും ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പഞ്ച്ഡ് കാർഡ്സ്, പേപ്പർ പഞ്ച്ഡ് കാർഡ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. Julie was solving an equation, what we call a fifth order polynomial. She did it 5 times in that amount of time while we were watching the machine. And this machine is based on a mathematical principle called finite differences. We're going to talk about that a little later. But first let me back up to talk about the inventor. Charles Babbage was born in England in 1791, son of a London banker. He was sent to university, very well educated in mathematics and science. And if you look at the beginning of the 19th century, so what the heck is going on here? It's not a DNA model. He would have really been ahead of his time if he thought of that. The biggest problem in designing calculators in the 1800s was, how do you carry? When you're inning, you go past 9 on a column starting on the right, you got to carry the 1. Those mechanisms were, believe it or not, a little difficult to design because you have to carry all the way across. I remember my odometer sticking in my car when it got to 99,999. There seemed to be not enough energy to push them all over the top. What happens in this machine is, he was very clever about managing. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള വിവിധ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇത്രയും ഡിവൈസസുകളുടെ ശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇന്നത്തെ കമ്പ്യൂട്ടറുകളായ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും സെർവറുകളും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും ഇങ്ങനെയുള്ള കമ്പ്യൂട്ടിംഗ് മെഷീൻസിൻ്റെ എല്ലാം നിർമ്മാണം തുടങ്ങി വെച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഭാഗങ്ങളിലെല്ലാം കൂടുതലായിട്ടും ചോദിക്കുന്നത് ഓൺവേഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മെഷീൻസ് എല്ലാം ഉണ്ടാക്കിയ ആരാണെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി വെച്ചേക്കുക.